ഹായ് ഫ്രണ്ട്സ്, അഫാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് കുറച്ച് നാടൻ കോഴികളെയാണ്. അപ്പോൾ ഇത് ഫാമിൽ വളർത്തുന്നതാണുള്ളത്. പിന്നെ ഈ കോഴികൾ വളർത്തുന്നവർക്ക് നല്ല വരുമാനമായി നമുക്ക് കണക്കാക്കാം. എന്താ വെച്ചെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ടായിരിക്കും. പണികളൊക്കെ ഇല്ലാതിരിക്കുന്നവരുണ്ട്. പിന്നെ ചില ആൾക്കെല്ലാം ഇങ്ങനെ അസുഖമുണ്ടവർ അവരുണ്ടെങ്കിലും അവർക്കൊക്കെ ചെറിയ കോഴികൾ വാങ്ങിയിട്ട് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. ഞാൻ 10-14 വർഷമായി വീട്ടിൽ നമ്മൾ കോഴികൾ, പ്രാവുകൾ, ആടുകൾ, പോത്ത് എല്ലാം വളർത്തുന്നുണ്ട്. ഫാൻസി കോഴികൾ, താറാവുകൾ, അരയണ്ണം. അപ്പോൾ നല്ല ലാഭമുണ്ട് അത് വളർത്തുന്നതിൽ. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ചെറിയ റേറ്റിന് നാടൻ കോഴികൾ വാങ്ങുക. പിന്നെ നമ്മളെ പൈസ കൊടുത്തിട്ട് തന്നെ ഇതിനൊന്നും ഫുഡ് കൊടുക്കണമെന്നില്ല. വീട്ടിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബാക്കി ഉണ്ടാകുന്നില്ല, അത് കൊടുക്കുക. പിന്നെ പൊട്ടായ അരികളൊക്കെ ഉണ്ടാവുമല്ലോ, അതിട്ട് കൊടുക്കുക. പിന്നെ പുറത്തുള്ള പുല്ലുകൾ അതൊക്കെ കഴിച്ചിട്ട് ഇത് നല്ല ഉഷാറായി കിട്ടും. നമുക്ക് നല്ല വരുമാനവും കിട്ടും. പിന്നെ നമുക്ക് ഇതിന് 300 രൂപ കൊടുത്തിട്ട് വാങ്ങിയാൽ നമുക്ക് 600 രൂപ വെച്ചിട്ട് നമുക്കിതിനെ വിൽക്കുകയും ചെയ്യാം. പിടക്കോഴീനെ, പൂവൻ കോഴിയാണെങ്കിൽ നമുക്ക് 1200 രൂപ വെച്ചിട്ട് വരെ നമുക്ക് സെയിൽ ചെയ്യാം. അപ്പം നമുക്ക് മാസത്തിൽ 50,000-ൽ മുകളിലൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ റേറ്റ് ഇത് നാടൻ കോഴീൻ്റെ റേറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് അസലി കോഴികൾ, പിന്നെ കൊത്തുകോഴി അതൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നല്ലോണം പൈസ നമുക്ക് അതിൽ ലാഭിക്കാം. അപ്പം നിങ്ങളെല്ലാവരും വെറുതെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. എല്ലാവർക്കും കോഴികൾ വളർത്തുന്നത് ഇഷ്ടമായിരിക്കും. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇത് വളർത്തുമ്പോൾ നമുക്ക് മാറിക്കിട്ടുന്നതാണ്. താങ്ക് യു, ബൈ.